ഛത്തീസ്ഗഡിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ 9 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബസ്തർ മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസും CRPFും ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു. വിവരങ്ങളുമായി അപർണ വി, ന്യൂസ് ഡെസ്കിൽ നിന്നും. അപർണ, വലിയ ഏറ്റുമുട്ടലായിരുന്നു. ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടോ? എന്താണ് അറിയാനാകുന്നത്? ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര സുരക്ഷാ സേനയും അതുപോലെ തന്നെ സ്ഥലത്തെ പോലീസ് സേനയും ഉൾപ്പെടെ സംയുക്തമായി തെരച്ചിൽ നടത്തിയിരുന്നു. ഏകദേശം 34 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു അവർ തെരച്ചിൽ നടത്തിയിരുന്നത്. അതിൽ കുറ്റിക്കാടുകൾ കേന്ദ്രീകരിച്ചാണ് മാവോയിസ്റ്റുകളുണ്ട് എന്ന സ്ഥിരീകരണം ലഭിച്ചത്. അതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത്. ആദ്യം മാവോയിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് CRPF ഉദ്യോഗസ്ഥരെ വെടിവെക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടില്ല. പക്ഷേ തുടർന്ന് നടത്തിയ വെടിവെപ്പിലാണ് 9 പേർ മരിച്ചത്. സമാനമായ രീതിയിൽ അവിടെ നേരത്തെയും വെടിവെപ്പുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 30-ലധികം മാവോയിസ്റ്റുകളെ സംയുക്ത ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിട്ട് മാസങ്ങൾ മാത്രമേ അവിടെ ആയിട്ടുള്ളൂ. പ്രദേശത്ത് നിരന്തര മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സുരക്ഷാ സേനയുടെ പ്രത്യേക ഏജൻസി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടെ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ആ ഏജൻസി സ്ഥലത്തെ പോലീസ് സംവിധാനങ്ങളും കൂടെ ചേർന്ന് നടത്തിയ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ 9 പേരെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ബസ്തർ മേഖലയിലാണ് ഉണ്ടായത്. ബസ്തറിൻ്റെ അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. സ്മൃതി, അപർണയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിൽ വൻ ഏറ്റുമുട്ടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.